നിയാസ്, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില കാര്യങ്ങളിലെ ഒരു ഭാഗം, ഒരു ചെറിയ വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ ശ്രീനിയാസിലേക്ക് വരാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എം.എൽ.എക്കെതിരെ കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ്. വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്. പിന്നെ എന്നോട് അഴിമതി ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ പൊതുമാപ്പ് പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നു. ഇവിടെ അൻവർ എന്ന വ്യക്തിയുടെയോ രാഷ്ട്രീയ നേതാവിൻ്റെയോ വിശ്വാസ്യത എത്രമാത്രം തകരുന്നു എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവും ഉദാഹരണവുമാണ് ഇന്ന് സംഭവിച്ചത്. നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ച ഗൗരവമായ ഒരു ആരോപണത്തെ ഗൗരവമാണ് എന്ന് അദ്ദേഹം തന്നെയാണ് പിന്നീട് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത്. അതിനെയാണ് പുതിയ രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ ഒരു ഘട്ടത്തിൽ വെച്ച് ഇങ്ങനെ മാപ്പു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ശ്രീനിയാസ്, അൻവറിൻ്റെ വിശ്വാസ്യതയില്ലായ്മ എന്നുള്ളത് അൻവർ വലിയ നിലയിൽ നേരിടുന്നൊരു വെല്ലുവിളിയാണ് കേരളീയ സമൂഹത്തിന് മുമ്പിൽ. പറഞ്ഞതൊക്കെയും ദുർബലപ്പെടുകയും പരാജയപ്പെടുകയും തെറ്റാവുകയും ആളുകൾ കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ചിരി വരും വിധത്തിലേക്ക് ടേപ്പ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്ത് വെച്ച പോലെ പറയുന്ന പല കാര്യങ്ങളും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇന്ന് ഇങ്ങനെ ഒരു മാപ്പ്, പൊടുന്നനവേ ഒരു മാപ്പ് പറയുന്നു. ഉടൻ തന്നെ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ, തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിക്കുന്നു. ഉദാരമനസ്കനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന മട്ടിൽ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് അൻവറിനോട് ക്ഷമിക്കുന്നു. എന്തൊരു തിരക്കഥയാണ് നിയാസിത്. നോക്കൂ, ഈ കാര്യത്തിൽ ഞങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങൾ പറയുന്നു. ഒരു ഇടതുപക്ഷ ജനാധിപത്യയുടെ 2 തവണ നിയമസഭയിലേക്ക് ജയിച്ച ഒരു എം.എൽ.എ, അദ്ദേഹം ഇടതു മുന്നണിക്കെതിരായും കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായും കേരളത്തിലെ ADGP നേതൃത്വത്തിൽ നടക്കുന്ന വളരെ മ്ലേച്ഛവും ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഇടപാടുകളെ സംബന്ധിച്ച് അദ്ദേഹം തുറന്നു പറയുന്നു. അത് സ്വർണ്ണക്കള്ളക്കടത്തുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടക്കുന്ന ഒരു കാലത്തും ആരും ചെയ്യാത്ത, അങ്ങനെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് നേതൃത്വത്തിൽ നടക്കുന്നു എന്ന് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നു. തുടർച്ചയായ അദ്ദേഹത്തിൻ്റെ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. ആ മുന്നോട്ട് പോയ അദ്ദേഹം രാജിവെക്കുന്നു. രാജിവെച്ച് അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നു. പത്രസമ്മേളനം നടത്തിയിട്ട് അദ്ദേഹം പറയുന്നത്, എന്നെക്കൊണ്ട് എൻ്റെ അന്നത്തെ നേതാക്കന്മാർ പറയിപ്പിച്ച കാര്യങ്ങളാണ്, അതിൽ ഞാൻ നിർവ്യാജം ഖേദിക്കുന്നു, അത് ഞാൻ പറയാൻ പാടില്ലാത്തതായിരുന്നു. അവിടെ എന്താണ് എൻ്റെ ഇവിടെ നിങ്ങളൊക്കെ ശരത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വിചാരിക്കും ഇത് MLA ആയിട്ടുള്ള അൻവർ പറഞ്ഞതാണെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാലോ, ഒരു മിനിറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രീതിയിൽ കോൺഗ്രസിന് ജനാധിപത്യം ഉണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആർക്കും എന്തും പറയാൻ പറ്റും. അവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ പിണറായി വിജയൻ പറയണം. അവിടുത്തെ ഒരു MLA എന്ത് സംസാരിക്കണം? പിണറായി വിജയൻ്റെ തിരക്കഥ വേണം. പിണറായി വിജയനെ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളുടെ ഇൻഡാസ് കിട്ടാതെ ഒരക്ഷരം, ഒരു വാക്ക് ഉച്ചരിക്കാൻ അവകാശമില്ലാത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിയമസഭാ അംഗമായിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ട് ഇത് മാത്രമല്ല എന്തെല്ലാം പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയിപ്പിച്ചതൊക്കെ തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് തെറ്റാണെന്ന് പറഞ്ഞത്. അവിടെ ഒരു സംശയമാണ്, നിയാസിനോട് തന്നെയാണ് ഒരു സംശയമാണ്. അങ്ങനെയാണെങ്കിൽ കാണുന്നവർക്ക് ഇത് ഒന്നാന്തരം രാഷ്ട്രീയ തിരക്കഥയാണ്, UDF-ലേക്ക് കയറിപ്പറ്റാൻ വേണ്ടി എന്തെല്ലാം പരിശ്രമം നടത്തുന്നു എന്നൊക്കെ നമ്മൾ കണ്ടുവന്നതാണ്. അതിലടുത്ത പരീക്ഷണം നടത്തുന്ന ഒരു ഘട്ടത്തിൽ അത് വലിയ തോതിൽ മുഖം തിരിച്ചു നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിനെ കണ്ടതാണ് ഒരു ഘട്ടത്തിൽ അൻവറിൻ്റെ കാര്യത്തിൽ. കഴിഞ്ഞ തവണ പോലും, കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അത് സംഭവിച്ചു. അത് കഴിഞ്ഞ് പൊടുന്നനവേ അദ്ദേഹത്തെ ഏറ്റവും അധികം അനിഷ്ടം അദ്ദേഹത്തിലുണ്ടാക്കിയ വിഷയത്തിൽ അൻവർ വന്ന് മാപ്പ് പറയുന്നതോടുകൂടി അദ്ദേഹം സെറ്റിൽ ചെയ്യുകയാണ്. താങ്കളിപ്പോൾ പറഞ്ഞത് ഏതൊക്കെയോ നേതാക്കൾ പറഞ്ഞതുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്നാണെങ്കിൽ ഈ നാളിതുവരെ വലിയ ഗംഭീരമായ വെളിപ്പെടുത്തൽ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ അൻവർ സ്വന്തം കണ്ടെത്തലായി അവതരിപ്പിച്ച മുഴുവൻ സാധനങ്ങളുടെയും ഗതിയും അവസ്ഥയും വളരെ പരിതാപകരമല്ലേ? ഇതിനൊന്നും ഒരു വാല്യൂമില്ല എന്നുകൂടി നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. രണ്ടും രണ്ടാണ്. ഇത് വ്യക്തമായി നിയമസഭയിൽ സമയം അനുവദിക്കുന്ന ആരാ? പാർട്ടി. നിയമസഭയിൽ എന്തെല്ലാം വിഷയങ്ങൾ ഉന്നയിക്കണമെന്ന് തീരുമാനിക്കുന്ന ആരാ? പാർട്ടി. നിയമസഭയിൽ ഒരു ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ ഇന്ന പോയിന്റ് ഇന്ന ആൾ പറയണം, ഇന്ന പോയിന്റ് ഇന്ന ആൾ പറയണം, അത് ഇത്ര സമയം പറയണം എന്ന് തീരുമാനിക്കുന്ന പാർട്ടിയാണ്.
അത് ആർക്കാ അറിഞ്ഞുകൂടാത്തത്? അത് പ്രതിപക്ഷ അപ്പൊ അങ്ങനെ നിങ്ങൾ പറഞ്ഞ പ്രതിപക്ഷ കാര്യങ്ങൾ നേതാവ് തന്നെ അന്ന് തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് പോലും ബോധ്യമില്ലാത്ത ആരോപണമാണ് അൻവർ ഉന്നയിച്ചത് എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ സഭയ്ക്കകത്ത് നിന്ന് ബോധ്യപ്പെട്ട് പറഞ്ഞു. അദ്ദേഹം സ്വയമേവ വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇതെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ആദ്യത്തെയാൾ പ്രതിപക്ഷ നേതാവല്ലേ? അദ്ദേഹം തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് പോലും ബോധ്യപ്പെടാത്ത ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആദ്യം കണ്ടെത്തിയത് ആരാണ്? അത് പ്രതിപക്ഷ നേതാവല്ലേ? അപ്പോൾ തന്നെ മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് നിങ്ങൾ തിരുത്തി പറയുന്ന ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞൊരു തിരക്കഥയാണെന്ന്. ശരത്ത്, ദയവ് ചെയ്ത് ശരത്ത്, ഇവിടെ വസീഫ് സംസാരിക്കുന്ന സമയത്തൊന്നും ശരത്ത് ഇങ്ങനെ ഇടപെടേണ്ടി വന്നിട്ടില്ല. കാരണം വസീഫിന് വേണ്ടി താങ്കൾ സംസാരിച്ചു. ഞാൻ രണ്ട് ചോദ്യം ചോദിച്ചു, അപ്പോൾ താങ്കൾ വന്നിരുന്നില്ല. താങ്കൾ ആ സമയത്ത് വന്നിരുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരുന്നു. യെസ്, ഞാൻ അതിന് മറുപടി പറയാം. ദയവായി അങ്ങ് ക്ഷമിക്കൂ. അങ്ങല്ലല്ലോ, അങ്ങ് അവതാരകം മാത്രമല്ലേ. ചർച്ച അവതരിപ്പിക്കുന്നത് വസീഫും ഞാനും സജീവനുമല്ലേ. അങ്ങ് ഇക്കാര്യത്തിൽ ഇത്രയേറെ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. വളരെ വ്യക്തമായി എനിക്ക് പറയാൻ പറ്റും, മറുപടി പറയാൻ പറ്റും. അതുകൊണ്ട് ശരത്ത് ദയവ് ചെയ്ത് എനിക്ക് മറുപടി പറയാൻ സമയം തരികയാണെങ്കിൽ ഞാൻ തരാം. താങ്കളുടെ സ്വന്തം ചാനലാണ്, താങ്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് നിയന്ത്രിക്കാം. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അവസരം തരികയാണെങ്കിൽ ഞങ്ങൾ സംസാരിക്കും. അല്ലെങ്കിൽ വഴക്കൂടാനൊന്നും ഞാനില്ല. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ കഴിഞ്ഞ തവണ നിയമസഭയിൽ തന്നെ വി.ഡി. സതീശൻ പറഞ്ഞു, അങ്ങക്ക് ഇക്കാര്യം ബോധ്യമുണ്ടോ? ബോധ്യമില്ലാത്ത കാര്യം അങ്ങ് ഒരു MLA കൊണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ ഒരു MLA കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് ശരിയാണോ എന്ന് അദ്ദേഹം ഫ്ലോറിൽ വെച്ച് ചോദിച്ചു. ആ ചോദ്യമാണ് ഇന്ന് വി.ഡി. സതീശൻ വീണ്ടും ആവർത്തിച്ചത്. വേണമെങ്കിൽ അങ്ങേക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിൽ അന്നത്തെ വി.ഡി. സതീശൻ്റെ പ്രസംഗം താങ്കൾക്ക് അതിൻ്റെ കട്ട് ചെയ്തിട്ട് അത് മാത്രം താങ്കൾക്ക് ഇട്ടുതരാം. ഈ ചോദ്യമാണ് ഇന്ന് വി.ഡി. സതീശൻ വീണ്ടും ആവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പോലും ബോധ്യമില്ലാത്ത കാര്യം എന്തിന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചു? അപ്പം നിങ്ങളിവിടെ വെടക്കാക്കി തനിക്കാക്കുക. തനിക്ക് ഇഷ്ടമില്ലാത്ത ആളെ അല്ലെങ്കിൽ തന്നെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയെ ഇല്ലാതാക്കുവാൻ ഏത് നെറികേടും ആരെ കൊണ്ടും പറയിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിന് തന്നെ അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതാണ് ഇന്ന് തെളിഞ്ഞിരിക്കുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞത് ഇവിടെ അദ്ദേഹം പറഞ്ഞ മറ്റെല്ലാ കാര്യത്തിലും അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ ഈ കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നത്. അത് അദ്ദേഹത്തിൻ്റെതല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടാണ്. മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ട് അദ്ദേഹം നിരന്തരമായി അപ്പൊ പറഞ്ഞതും ഈ പറഞ്ഞതും കൂട്ടിക്കഴിച്ച് മൊത്തം അദ്ദേഹത്തെ അങ്ങ് പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് താങ്കൾ പറയാനുള്ള താങ്കളുടെ ഏതായാലും ഈ ചർച്ചയിൽ തലയിൽ കെട്ടിവെക്കണം. അത് താങ്കളുടെ അഭിപ്രായം. ഈ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയിൽ താങ്കൾ ഈ വിഷയത്തിലെടുക്കുന്ന സമീപനം തന്നെ ഇപ്പോൾ അൻവറിനെ വിളിപ്പിച്ചെടുക്കുന്ന, ന്യായീകരിക്കേണ്ടി വരുന്ന നിലയിൽ UDF അല്ല അദ്ദേഹം, എന്നിട്ടും UDF അത് ചെയ്യേണ്ടി വരുന്നു. രണ്ട്, ഇക്കാര്യത്തിൽ അദ്ദേഹം മാപ്പ് പറയുമ്പോൾ അത് സ്വീകാര്യമാവുന്നു. അത് വളരെ പ്രകടമായി നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു. അതിലൂടെ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മുൻപ് നടത്തിയ അവകാശവാദങ്ങളും ആരോപണങ്ങളും എന്നതും വിശ്വാസ്യതയില്ലാത്തതായി തന്നെ മാറുകയാണ്. അത് ആ നിലയിൽ ഉൾക്കൊള്ളാൻ തയ്യാറുമല്ല. ഈ നിലയിലൊരു ഇവിടെയാണ് ഒരു തിരക്കഥയുടെ ഒരു കൃത്യമായ ലക്ഷണം ഈ വിഷയത്തിൽ വന്നു ചേരുന്നത്.